വരുൺ രാധികയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജീവ രാധികയോട് അവൻക്ക് പ്രണയം തോന്നുക, ആ പ്രണയം അവളുടെ അടുത്ത് തുറന്ന് പറയാനായിട്ട് അവൻ അമ്പലത്തിലെത്തുന്നുണ്ട്. രാധികയോട് പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിക്കുന്ന എൻ്റെ ഭാര്യയോട് മാത്രമേ എൻ്റെ പ്രണയവും സ്നേഹമൊക്കെ ഞാൻ പങ്കുവെക്കുന്ന ആഗ്രഹിച്ചതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയാണ് എൻ്റെ സങ്കല്പത്തിലെ കുട്ടി. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന് രാധിക ചോദിക്കണം. അല്ല, എനിക്ക് രാധികയെ കണ്ടപ്പോൾ അപ്പോഴേക്കും രാധിക അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. എൻ്റെ ഈശ്വര, എന്തായത്? ഇയാളിനിപ്പോൾ എന്നോട് പ്രണയം പറയാമെന്നോ? എനിക്കതിനൊരിക്കലും കഴിയില്ലെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയ രാധികയെ നോക്കി അവൻ ചെറുപുഞ്ചിരിയോടെ നിന്ന്, ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ നീ ആരാണെന്നും എൻ്റെ ഇഷ്ടം എന്താണെന്നും ഞാൻ നിന്നെ അറിയിച്ചിരിക്കും എന്നവൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവനക്ക് മനസ്സിലാവുന്നത് ദേവനാരായണൻ്റെ മൂത്ത മകളാണ് രാധിക എന്ന സത്യവും അവനക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവളോട് ഇഷ്ടം പറയാനായിട്ട് അവളെ കാണാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേവനാരായണനോട് പറയാണ്, ഇവിടുത്തെ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജീവ പറയണം. അതിനെന്താ, മോൻ്റെ വീട് എവിടെ, എന്താ എന്നൊക്കെ ദേവനാരായണൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവരെ വിവാഹത്തിന് സമ്മതവും അറിയിക്കുകയാണ്. എന്നാൽ ഒരിക്കലും രാധിക ഇതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ഒരിക്കലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നോ, അമ്മ ഈ വിവാഹത്തിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കണമെന്നൊക്കെ യശോദയോട് പറയുന്നുണ്ട്. അമ്മക്കറിയാലോ നടന്ന സംഭവങ്ങളൊന്നും ഇനി മറ്റൊരാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ എനിക്കൊണ്ടാവില്ല. ഇത് കേട്ട അച്ചമ്മ അവൾക്ക് നേരെ ചാടി കടിക്കാൻ വരണം. എന്താടി നീ പറഞ്ഞത്? നിനക്ക് വരുണിനെ വേണമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? എന്തായാലും നിന്റെ അതിമോഹമൊന്നും നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഈ വിവാഹത്തിനങ്ങ് സമ്മതിച്ചോ എന്നും പറഞ്ഞ് അച്ചമ്മ അവളെ ചെവിക്ക് പിടിക്കുക. അമ്മയെ ഒന്ന് വെറുതെ വിട്, അവളെ കൊണ്ടാവില്ല. അമ്മയും ഒരു സ്ത്രീയല്ലേ, ഒരാൾ കഴുത്തിൽ താലി കെട്ടി ഇനി മറ്റൊരു വിവാഹത്തിന് അമ്മയാണെങ്കിൽ സമ്മതിക്കോ? പിന്നെ ഇവളെ കൊണ്ട് നീ എന്ത് ചെയ്യിക്കാനാ കരുതിയത്? നിന്റെ ചെറിയ മകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളെ ഭർത്താവിൻ്റെ കൂടെ ഇവിടെ പറഞ്ഞു വിടാനാണോ? അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോഴേക്കും ദേവനാരായണൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ബാള? ഇപ്പോൾ തന്നെ അവൾക്ക് വിവാഹം വേണ്ടെന്ന് അവൾക്ക് അച്ഛനെയും അമ്മയും ഇവിടെ നിന്ന് ഇട്ടു പോകുന്നതിന് വളരെ വിഷമമുണ്ട്. എന്താ മോളെ, പെൺകുട്ടികൾ ഒരു പ്രായമായ അവർ അച്ഛനെയും അമ്മയും ഇട്ട് അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകണം, അതല്ലേ മര്യാദ? അങ്ങനെ തന്നെയല്ലേ നാട്ടു നടപ്പും? നീ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സമാധാനത്തോടെ കണ്ണടക്കാൻ പറ്റും അച്ഛ? എന്നാലും ഇപ്പം തന്നെ ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും എൻ്റെ മോൾക്ക് എന്താ ജീവയെ ഇഷ്ടപ്പെടാനായിട്ടാണോ? അതൊന്നല്ല എന്ന് അവൾ തലയോണ്ടാട്ടി. എന്നാൽ ജീവയോട് വരുൺ ഈ കാര്യം അറിയാണ്. രാധികയ്ക്ക് വിവാഹാലോചന വീട്ടിൽ നടക്കുന്നു. അവളെ ഇഷ്ടം പറഞ്ഞ് ജീവ പുറകെ നടക്കുന്ന കാര്യവും അവൻ മനസ്സിലാക്കാണ്. അങ്ങനെ ആണെങ്കിലും വരുൺ രാധികയോട് ചോദിക്കുന്നു, അപ്പോൾ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിന്റെ കഴുത്തിലാണ് താലി കെട്ടിയെന്ന രാധികയെ എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഒരിക്കലും നിന്റെ അനിയത്തിൻ്റെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയത്. എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ചതിക്കുന്നത്? അപ്പോഴാണ് ജീവ അങ്ങോട്ട് വരുന്നത്. രാധിക ഇതാരാണെന്നും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. രാധിക, ഞാൻ പറഞ്ഞ കാര്യം വീട്ടിൽ സംസാരിച്ചോ? എന്നെ ഇഷ്ടമില്ലെന്ന് രാധിക പറഞ്ഞെന്ന് കേട്ടു. എന്താ അതിൻ്റെ റീസൺ എന്ന് ജീവ ചോദിക്കുക. അപ്പോഴേക്കും വരുൺ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ പറയാം. അവൾ എൻ്റെ പെണ്ണാണ്. അവളെ ഈ ജന്മം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ, എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഇതാ ഈ നിൽക്കുന്ന രാധിക മാത്രമായിരിക്കും. അതിലൊരിക്കലും നീ കൈ കാണിച്ച് വരേണ്ട. മറ്റേതെങ്കിലും പെൺകുട്ടിയെ നിനക്ക് മേച്ചാവുള്ളൂ. ഇതെൻ്റെ രാധുവാണ്. എൻ്റെ രാധുവിനെ ഞാൻ ആർക്കും തന്നെ വിട്ടുകൊടുക്കില്ല എന്ന് ജീവയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ജീവയുടെ മനസ്സ് വല്ലാതെ വേദനിച്ച് അവളെ ഒന്ന് നോക്കിയിട്ട്, രാധികയ്ക്ക് ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കൺഗ്രാറ്റ്സ്, രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഒരുമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ജീവ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ ജീവയുടെ മനസ്സിൽ ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് രാധിക തന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ രാധികയോടായിട്ട് വരുൺ പറയുന്നുണ്ട്, എന്തിനാ ഞാൻ എന്നിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? താൻ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ കാരണം എനിക്കറിയാം. ഞാനാണ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോൾ നീ എങ്ങനെ മറ്റൊരുത്തൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നെട്ടിക്കൊടുക്കും? അതുകൊണ്ടല്ലേ? അതൊന്നുമല്ല, എനിക്കിപ്പോൾ തന്നെ വിവാഹം വേണ്ട. അച്ഛനെയും അമ്മയും ഓർത്തിട്ടാ അവർ തനിച്ചാക്കി പോവാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടൊന്നും മാത്രമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നിൻ്റെ മനസ്സിലുള്ളത് ഒരിഷ്ടം എന്നോട് നീ തുറന്ന് പറയും. ഒരിക്കലും ഞാൻ പ്രിയങ്കയെ ഞാൻ സ്വീകരിക്കില്ല. എൻ്റെ മനസ്സ് അത്രയും വേദനിക്കുന്നുണ്ട്. അതൊരിക്കൽ നീ കാണും. ഞാൻ ഈ ലോകത്തിന് ഇല്ലാതാവുമ്പോൾ നിനക്ക് മനസ്സിലാവും എൻ്റെ സ്നേഹം, ഞാൻ ഇന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് നിറക്കണ്ണുകളുടെയാണ് വരുൺ പോയപ്പോൾ നെഞ്ചിരിപ്പോട് കൂടെ അവൾ നിൽക്കുകയാണ്. അവൾക്ക് അറിയില്ലായിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന്. വരുണിനെ ഒരിക്കലും മറക്കാനാവില്ലെന്നും വരുണുമായിട്ടുള്ള ഒരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നില്ലെന്നും അവളുടെ മനസ്സിനെ അവൾ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ഉള്ളൊരു എപ്പിസോഡാണ് കേട്ടോ. ജീവ എന്തായാലും രാധികയുടെ കാര്യത്തിൽ താലി കെട്ടില്ല. രാധിക ആണെങ്കിൽ ജീവന് ഭയങ്കര ഇഷ്ടമാണ് അവളെ. പക്ഷെ ആ കാര്യം തുറന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും വരുൺ അതിന് സമ്മതിക്കുകയില്ല. രാധികയും തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും. ഇതിൻ്റെ റിമേക്ക് സ്റ്റോറി ഇങ്ങനൊരു സ്റ്റോറി വന്നിട്ടില്ല കേട്ടോ. എന്നാലും ഇതുപോലെ തന്നെയൊക്കെ മറ്റൊരു ആക്ടർ അവിടെ വന്നിട്ടുണ്ട്. ജീവ ഒരു സിനിമ ആക്ടറായിട്ടാണല്ലോ ഇതിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മറ്റൊരാൾ അവളോട് വന്ന് ഇഷ്ടപ്പെടുകയും എല്ലാവരും ആ വിവാഹം നടത്താൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.